ഈ ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മലയാള മനോരമ പത്രം വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കഥകൾ വായിച്ചാൽ പിടികിട്ടും. പക്ഷെ ഇത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ അറിയാവുന്നൊരു വ്യക്തി വ്യാഖ്യാനിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ ന്യായപ്രമാണ തോൾ ചുരുളെ വായിച്ചുകൊണ്ടിരുന്നൊരു മന്ത്രി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദൈവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, അനന്യാസേ, ഫിലിപ്പോസേ, നീ പെട്ടെന്ന് ചെന്നിട്ട് ആ തേരിലിരിക്കുന്ന മനുഷ്യനോട് ഇങ്ങനെ ചോദിക്കണം, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോന്ന്. ഈ മന്ത്രിയാ പോകുന്നത്. ദൈവം അയച്ചത് കൊണ്ട് ഫിലിപ്പോസ് ഒന്നും നോക്കിയില്ല, ഒറ്റ പോക്കം അങ്ങ് ചെന്നപ്പോൾ തേരിൽ ഷണ്ണൻ എന്ന മന്ത്രി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മന്ത്രിയോട് ഈ ദൈവദാസൻ ഫിലിപ്പോസ് ചോദിക്കുക, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? അപ്പൊ മന്ത്രി ഈ ദൈവദാസനോട് പറയുക, ഒരുവൻ പൊരുൾ തിരിച്ചു തരായികയാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ, വെറും പത്രം വായിക്കുന്ന പോലെ താൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വായിച്ചാൽ ഇത് മനസ്സിലാകില്ല, ഇത് പിടികിട്ടില്ല, ഇത് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് വായിക്കണമെങ്കിൽ അതിന് മുഴുവൻ സത്യം തിരിച്ചറിയാൻ അറിയാവുന്ന ഒരു വ്യക്തിയോട് ഇതിന് അർത്ഥം ചോദിക്കണം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കണം. നിങ്ങൾക്കറിയാലോ, കാനാവിലെ കല്യാണ വീടിനെ കുറിച്ച് ബൈബിളുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുക്രിസ്തു ഒരു ക്ഷണിതാവായിട്ട് ചെന്നു എന്ന് വായിക്കണേ. ആ ക്ഷണിതാവായി ചെന്ന യേശുവിനോട് യേശുവിൻ്റെ അമ്മ ഒരു സങ്കടം ഉണർത്തിച്ചു. ആ സങ്കടം എന്തായിരുന്നു? യേശുവിനോട് പറയാണ്, ഇവിടെ വീഞ്ഞ് തീർന്നുപോയി. ആ വീടും യേശുവുമായിട്ട് വാസ്തവത്തിൽ വിവാഹ വീട്ടുകാർ ക്ഷണിച്ചു വന്ന ബന്ധമല്ലാതെ വലിയ ബന്ധമൊന്നും ആ വീടുമായിട്ടില്ല. എൻ്റെ വീട്ടിൽ വിഷയം വന്നാൽ എന്നോടാണ് ആ വിഷയം എന്ന് പറയേണ്ടത്. ഈ കല്യാണ വീട്ടിൽ ഉടമസ്ഥനോട് പറയാതെ യേശുവിനോട് ഈ കാര്യമെന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാ യേശുവിനോട് പറഞ്ഞത്? ബൈബിളിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ഞാൻ പറയണേ. യേശുവിനോട് പറയാൻ കാരണം, ആ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ അമ്മാച്ചനല്ല, അല്ലെങ്കിൽ അമ്മാവനല്ല, അല്ലെങ്കിൽ ചിറ്റപ്പനല്ല യേശുക്രിസ്തു. പക്ഷെ യേശുവിനോട് പറയാൻ കാരണമുണ്ട്. ഇത് പറഞ്ഞത് യേശുവിൻ്റെ അമ്മയാ. അമ്മയ്ക്കറിയാം ഒരു വിഷയം അറിഞ്ഞാൽ ചെന്ന് പറയാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തി യേശുവാണെന്ന്. എന്താ കാര്യം എന്നറിയാമോ? കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വിഷയം യേശു അറിഞ്ഞപ്പോൾ രണ്ടാമതൊരു ചെവി അറിയും മുൻപേ ആ വിഷയം യേശു തീർത്തു. ആശയം പിടികിട്ടിയോ? യേശുവിൻ്റെ അടുക്കൽ ആ വിഷയം എത്തിയപ്പോൾ യേശു രണ്ടുപേരെ വിളിച്ച് ആലോചിച്ചില്ല. യേശു 4 പേരുടെ ഈ വിഷയം സംസാരിച്ചില്ല. താൻ കേട്ട വിഷയത്തിന് രണ്ടാമതൊരാൾ അറിയും മുൻപ് പരിഹാരം യേശു ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ആത്മീയാർത്ഥം, നിന്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഭർത്താവും ഭാര്യയുമായിട്ടാകാം, അപ്പനും മക്കളുമായിട്ടാകാം, ജീവിതത്തിൽ എന്തെങ്കിലും ആകാം, ഒരുപക്ഷെ സാമ്പത്തിക വിഷയമാകാം, ഒരുപക്ഷെ ശാരീരിക വിഷയമാകാം, ഒരുപക്ഷെ രോഗവിഷയമാകാം, എക്സോർവ എന്തുമാകട്ടെ, നിന്റെ ജീവിതത്തിൽ അതികാഠിന്യമായി തോന്നുന്ന, പരിഹാരമില്ലാതെ വേദനിക്കുന്ന, പരിഹാരത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു വിഷയം നിന്റെ മേലുണ്ടെങ്കിൽ ആ വിഷയം നീ പഞ്ചായത്ത് മെമ്പറോടല്ല ആദ്യം പറയേണ്ടത്. ആ വിഷയം നീ ചെന്നിട്ട് അമ്മായപ്പനോടോ അമ്മായിയമ്മയോടല്ല ആദ്യം പറയേണ്ടത്. ആ വിഷയം നീ ചെന്നിട്ട് നിന്റെ സഭയിലെ പാസ്റ്ററോടോ പള്ളിയിലെ അച്ഛനോടോ അല്ല ആദ്യം പറയേണ്ടത്. നീ ചെന്നിട്ട് ആദ്യം പറയേണ്ടത് യേശുവിനോടാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യം പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്റർ സ്വന്തമായി കേട്ടിട്ടിരിക്കില്ല. ഒരുപക്ഷെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന 2 പേരെ വിളിച്ചു പറയും, ഇന്ന വിഷയമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയോട് പറയും, ഇന്ന വിഷയമുണ്ട്, ഒന്ന് കൈകാര്യം ചെയ്യണം. കുഞ്ഞ്, യേശുവിനോട് നിന്റെ പ്രശ്നം പറഞ്ഞാൽ
രണ്ടാമതൊരു ചെവി അറിയും മുൻപ് എന്റെ യേശു വിഷയത്തിന് പരിഹാരം തന്നിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. നീ കരയുന്ന വ്യക്തിയാണോ? നീ രോഗിയാണോ? നീ സാമ്പത്തികമായി തകർന്നവനാണോ? നീ മാനസികമായി പിടയുന്നവളാണോ? നിന്റെ ജീവിതം തകർന്നു പോയെന്ന് ചിന്തിക്കുന്നു. ഇനി എന്തിന് ജീവിക്കുന്നു? ഇനി എന്തിന് മുൻപോട്ട് പോകുന്നു? ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് വേദനിക്കുന്ന ഹൃദയത്തിന് ഉടമയാണോ? എനിക്കാരുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് രാത്രി നിനക്കടുത്ത് ചെന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട് അമ്മച്ചി, ഒരു വ്യക്തിയുണ്ട് അപ്പച്ച, ഒരു വ്യക്തിയുണ്ട് അമ്മാമ്മേ. അവന്റെ പേര് യേശു. ആരുമേ നീക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ആരുമേ നീക്കില്ലെന്നോ ഏകനായി തീർന്നുവെന്നു മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു ആരുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാ നീയെങ്കിൽ എന്റെ സങ്കടം പറയാനൊരിടമില്ല, എന്റെ വിഷയം കേൾക്കുവാൻ ആരുമില്ല, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാ നിങ്ങളെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സങ്കടം കേൾക്കുവാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ഒരു വ്യക്തി ഇരിപ്പുണ്ട്. ആ വ്യക്തിയുടെ പേര് യേശു. അപ്പൊ ഒരുവൻ വ്യാഖ്യാനിച്ചു തരണം. അത് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല.